എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ ഹോം ഫെലോഷിപ്പിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകുന്നേര കാലം ദൈവം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുനാമം ഞങ്ങളൊന്ന് ഉയർത്തുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമം ഒന്ന് ഉയർത്താൻ തുടങ്ങിയാലും അപ്പോൾ അങ്ങയുടെ തിരുനാമം ഞങ്ങളൊന്ന് ഉയർത്തുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഓരോ ഭവനങ്ങളുടെ നടുവിലും ഇന്ന് ഇറങ്ങി വരാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ, ദൈവികമായ പ്രവൃത്തികളുടെ ദിവസമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ആശ്രയിക്കുന്നവരാരും ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ലല്ലോ കർത്താവെ. തൻ്റെ മക്കളെ ഞങ്ങളെ ആശ്രയിക്കുമ്പോൾ കർത്താവെ, ദൈവികമായ വിടുതലുകൾ, രോഗസൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുവാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, സകല മഹത്വവും എല്ലാ മാനവും ആരാധനയും ഞാൻ അങ്ങേക്ക് തരുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടിയ കർത്താവിനെ ആരാധിക്കാം. വചനം പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആമേൻ ഒരു നാളും വീഴുകയില്ല. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് ആമേൻ നമുക്ക് ചേർന്ന് പാടാം. യേശുവിൻ്റെ നാമം എത്ര എൻ്റെ ആശ്രയം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ചേർന്ന് പാടാം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു കുരിശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു കുരിശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവിന്റെ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ചേർന്ന് ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. യേശുവിൻ നാമം, യേശുവിൻ നാമം ജീവിതത്തിലേക ആശ്രയം. ചേർന്ന് പാടിയാലും. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയം. യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ. ശക്തിയോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് ആ ദൈവത്തിന്റെ നാമം സ്തുതിക്കുവാനായി,
അവന്റെ നാമത്തെ ഉയർത്തുവാനായി തുടങ്ങാം. എല്ലാ ഇടങ്ങളിലും ആ ദൈവത്തിന്റെ നാമം ഉയരട്ടെ. യേശു കർത്താവിന്റെ നാമം ഈ ലോകമെമ്പാടും ഉയരുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാനായി, അവനെ ആരാധിക്കുവാനായി തുടങ്ങാം. ശക്തിയോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴങ്ങിടുമ്പോൾ, ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഒരിക്കൽ കൂടെ ചേർന്ന് മുഴക്കിടുമ്പോൾ, ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമെടുത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമെടുത്തിടുവാൻ. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതായി. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ഓ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതായി. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ.
ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ ഒന്നു മാത്രമാണ് കർത്താവേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, അങ്ങയുടെ കൃപയാൽ നിറച്ചതിനായി നന്ദി പറയുകയാണ്. ആമേൻ, ആമേൻ. തുടർന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വചനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറായിട്ടിരിപ്പുണ്ട്? എത്ര പേർ റെഡി ആയിരിപ്പുണ്ട്? എല്ലാവരും ഈ സമയത്ത് കരങ്ങളെല്ലാം ചേർത്തടിച്ച് ബ്രദർ ഡാമിയനെ ഈ സമയത്തേക്ക് സ്വീകരിക്കാം. പത്താം അധ്യായം 17 മുതലുള്ള ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 17. Be on your guard. You will be handed over to the local councils and be flogged in the synagogues. On my account you will be brought before governors and kings as witnesses to them and to the Gentiles. But when they arrest you, do not worry about what to say or how to say it. At that time, you'll be given what to say, for it will not be you speaking, but the Spirit of your Father speaking through you. Verse number 21. Brother will betray brother to death, and a father his child. Children will rebel against their parents and have them put to death. You will be hated by everyone because of me. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോകുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഈ ഭാഗത്ത് പെർസിക്യൂഷൻ, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, സുവിശേഷ നിമിത്തം, യേശു നിമിത്തമുള്ള ഉപദ്രവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പലതരത്തിൽ പീഡനങ്ങളുണ്ട്. 3 തരത്തിലുള്ള പീഡനങ്ങൾ കുറിച്ചു വയ്ക്കുക. നമ്പർ 1, ഫ്രം ദ ജെൻറ്റൈൽസ്, ജാതികളിൽ നിന്നുള്ള പീഡനങ്ങൾ. ഫ്രം ദ ജെൻറ്റൈൽസ്, അതിൽ ഉൾപ്പെടുത്താവുന്നത് ഫ്രം ഗവൺമെൻറ്, ആൻറ്റി ഗോസ്പൽ എലമെൻറ്റ്സ് എക്സെട്ര. ഉൾപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് രാജ്യക്കാരാണോ ആ രാജ്യക്കാർ ഉപദ്രവിക്കുന്നു. രാജ്യം ഉപദ്രവിക്കുക, അവിടുത്തെ ഗവൺമെൻറ് ഉപദ്രവിക്കുന്നു. സുവിശേഷ വിരോധികൾ അല്ലെങ്കിൽ ക്രിസ്തു വിരോധികൾ ഉപദ്രവിക്കുന്നു. ഇതാണ് ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങൾ. നമ്പർ 2, ഫ്രം ദ ചർച്ച്, സഭയിൽ നിന്ന് തന്നെ ഉപദ്രവങ്ങൾ. സഭയിൽ നിന്ന് തന്നെ ഉപദ്രവങ്ങൾ. സഭ ഉപദ്രവിക്കുമോ? ചരിത്രത്തിൽ ഉപദ്രവങ്ങൾ നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏർലിയർ മൂവ്മെൻറ്റ്സ് യൂഷ്വലി പെർസിക്യൂട്ട് ന്യൂ മൂവ്മെൻറ്റ്സ്. ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്ന സഭകൾ അല്ലെങ്കിൽ നവീനമായ പുതിയ ഉണർവ് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുമ്പോൾ പഴയ പ്രസ്ഥാനം ഉപദ്രവിക്കാറുണ്ട്. മാർട്ടിൻ ലൂഥറുടെ കാലത്തൊക്കെ സംഭവിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പാരമ്പര്യമായ രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന സഭകൾ നവീന സഭകളെ ഉപദ്രവിച്ച് കൊല്ലുകയും ജയിലുകളിലിടുകയും
അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നടന്നിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് മാത്രം ഒരു വലിയൊരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള പെർസിക്യൂഷൻസിൻ്റെ ചരിത്രം അത് വായിച്ചാൽ ഞെട്ടിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും പുറത്തു വരും. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സർക്കിൾസിൽ നിന്നാണ് പീഡനങ്ങൾ പുറത്തേക്ക് വരുന്നത്. നമ്പർ 3, ബിക്കോസ് ഓഫ് അവർ ഓൺ ഫൂളിഷ്നെസ്. നമ്മുടെ മടയത്തരങ്ങൾ നിമിത്തം, നമ്മുടെ മണ്ടത്തരങ്ങൾ നിമിത്തം പീഡനങ്ങൾ വരാറുണ്ട്. 3 ഏതൊക്കെയാണ്? 1, ഫ്രം ദ ജെൻറ്റൈൽസ്, ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ അക്രൈസ്തവരിൽ നിന്ന്, സുവിശേഷ വിരോധികളിൽ നിന്ന്. അതിൽ ഗവൺമെൻറ് മുതൽ പല പല സംഘടനകൾ, ഇതെല്ലാം അതിൽപ്പെടാം. 2, സഭയിൽ നിന്ന്, ഫ്രം ദ ചേർച്ച്. അതെന്തിൽ പെടുന്നു? പുതിയ ഉണർവ് പ്രസ്ഥാനങ്ങളെ പഴയ പ്രസ്ഥാനങ്ങൾ പീഡിപ്പിക്കുന്നു. 3, ബിക്കോസ് ഓഫ് അവർ ഫൂളിഷ്നെസ്, നമ്മുടെ മഠയത്തരങ്ങൾ നിമിത്തം. ചരിത്രം നോക്കിയാൽ യേശു വരുന്നതിന് മുൻപും പ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കൊലപാതകം നടന്നത് ആദ്യത്തെ വീട്ടിൽ തന്നെയാണ്. മൂത്ത മകൻ ഇളയ മകനെ കൊല്ലുന്നു. കയീൻ ഹാബലിനെ കൊല്ലുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് പള്ളിക്കകത്തു വെച്ച് യാഗപീഠത്തിനോട് ചേർത്ത് കെട്ടി കൊലപാതകം വരെ ഒത്തിരി നടന്നിട്ടുണ്ട്. ചില പ്രവാചകന്മാരെ, ഇരമ്യ പ്രവാചകൻ പോലെയുള്ളവരെ ഒരു വലിയ കുഴിയിൽ കൊണ്ടുപോയിട്ടു. ഒത്തിരി പ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ദൂതുമായി ദൈവം ഒരാളെ അയച്ചാൽ അയാൾക്ക് വലിയ പ്രതിഫലമോ അല്ലെങ്കിൽ വലിയ പാരിതോഷികങ്ങളോ സ്വീകരണമോ ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. യേശു അതിനെക്കുറിച്ച് ഉപമകളെല്ലാം പറയുന്നുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വരും. അവിടെ മുതൽ വന്ന് സ്വന്തം പുത്രനെ ആദരിക്കും എന്ന് വെച്ച് പുത്രനെ അയച്ചു. ഇതിനു മുമ്പുള്ളവരെ കല്ലെറിഞ്ഞു, അടിച്ചു, പലതും ചെയ്തു. പുത്രനെയോ അവർ കൊന്നുകളഞ്ഞു. ഇവൻ അവകാശിയാണ്, അതുകൊണ്ട് ഇവനെ കൊന്നാൽ അതോടെ എല്ലാം തീരും എന്ന് പറഞ്ഞ് പുത്രനെ കൊന്നു. അപ്പം അങ്ങനെയുള്ള പെർസിക്യൂഷൻ്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു വാക്യം തരാം, കുറിച്ചു വയ്ക്കുക. 2 തിമോഥെയോസ് 3:12. 2 Timothy chapter 3 verse number 12. In fact, everyone who wants to live a godly life in Christ Jesus will be persecuted. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. എല്ലാവരും ചേർന്ന് വായിക്കാമോ അത്? എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ഇതിൻ്റെ അർത്ഥം, ഇത് ഈസ് എ കോമൺ തിങ്. യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അവർക്കെല്ലാം ഈ ഭൂമിയിൽ ഉപദ്രവം ഉണ്ടാവും. ഉപദ്രവങ്ങൾ പലതരത്തിലുണ്ടെന്ന് കൂടെ മനസ്സിലാക്കണം. ചിലർക്ക് ഉപദ്രവം ലഭിക്കുന്നത് അടിയോ ഇടിയോ തല്ലോ ആകണമെന്നില്ല. മാനസികമായ ഉപദ്രവങ്ങളുണ്ടാകും. വെർബൽ അബ്യൂസ് കാണും, ചീത്ത വിളിക്കുക, പരിഹസിക്കുക, അങ്ങനെയുള്ളത് കാണും. അപ്പോൾ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ചിലരൊക്കെ വളരെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്. കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വളരെ തെമ്മാടിയായി ജീവിച്ചയാളാണ്, മദ്യപിച്ച് നടന്ന ആളാണ്, പലതരത്തിലും പലരെ ഉപദ്രവിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അതെല്ലാം നിർത്തി, ഞാൻ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് സൽസ്വഭാവിയായി തീർന്ന ശേഷം എന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു, എന്നെ പുറത്താക്കി, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നു, എന്നെ ഇപ്പോൾ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അർത്ഥം, പലപ്പോഴും സമൂഹത്തിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് തെമ്മാടിയായി നടക്കുന്നതാണ്, കള്ളുകുടിച്ച് നടക്കുന്നതാണ്. എന്നാൽ പ്രാർത്ഥനകളിലേക്ക് തിരിയുമ്പോൾ, യേശുവിലേക്ക് തിരിയുമ്പോൾ, ബൈബിളിലേക്ക് തിരിയുമ്പോൾ പലപ്പോഴും പലരും പീഡിപ്പിക്കപ്പെടാറുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ അവർ, ആ ഭാഗത്തേക്കൊന്ന് തിരിച്ചു വരാമോ? 17. ബി ഓൺ യുവർ ഗാർഡ്, യു വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ലോക്കൽ കൗൺസിൽസ് ആൻഡ് ബി ഫ്ലോഗ്ഡ് ഇൻ ദ സിനഗോഗ്സ്. സിനഗോഗിൽ യഹൂദന്മാർ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. അവിടെ കൊണ്ടുപോകും, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത്
അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. ഇവിടെ ഈ ന്യായാധിപ സഭയ്ക്ക് മുമ്പിൽ കൊണ്ടുപോകും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരു സിനഗോഗിൽ, ഒരു ലോക്കൽ സിനഗോഗിൽ അല്ലെങ്കിൽ ഒരു പ്രാദേശിക യഹൂദ പള്ളിയിൽ 3 മുതൽ 23 പേർ വരെ അടങ്ങുന്ന സംഘങ്ങൾ ഉണ്ടാകുമായിരുന്നു. ന്യായാധിപ സംഘം ഉണ്ടാകുമായിരുന്നു. എത്രയാ? 3 മുതൽ 20. ആ പള്ളിയുടെ വലുപ്പം അനുസരിച്ച് ഒരു ലോക്കൽ സിനഗോഗിൽ ഒരു കൗൺസിൽ കാണും. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കീഴ്ക്കോടതി. പറഞ്ഞേ, കീഴ്ക്കോടതി എന്ന് വേണമെങ്കിൽ പറയാം. പള്ളിയുടെ വലുപ്പം അനുസരിച്ച് 3 എന്നുള്ളത് ഒരു പക്ഷേ 10 ആയിരിക്കാം, 15 ആയിരിക്കാം. അങ്ങനെ വന്ന് വലിയൊരു പള്ളിയാണെങ്കിൽ 23 പേർ വരെ അതിനകത്തുണ്ടാകും. അതിൽ പ്രധാനമായുള്ളത് അവിടെയുള്ള എൽഡേഴ്സ് ആയിരിക്കും, യഹൂദ മൂപ്പന്മാർ, പ്രായമുള്ള, മോശയുടെ ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് അറിയാവുന്ന, അറിയാവുന്ന ന്യായാധിപന്മാർ, അന്നത്തെ ലോയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ലോ എന്ന് പറയുന്നത് ബൈബിള് തന്നെയാണ് അവരുടെ ലോ, കൂടാതെ കുറേ പാരമ്പര്യങ്ങളുമുണ്ട്. 3 മുതൽ 23 വരെ പേരടങ്ങുന്ന കോടതിയാണ്. അതിനെ കോടതി എന്ന് വിചാരിച്ചു. എന്നാൽ ജെറുസലേം ദേവാലയം, അതാണ് മുഖ്യപള്ളി, അവിടെ വന്നാൽ ഏകദേശം 70 പേരടങ്ങുന്ന സുപ്രീം കോർട്ടുണ്ട്. അതിനെ പറയുന്നത് സെൻഹെഡ്രിം എന്നാണ്. സാൻഹെഡ്രിം അല്ലെങ്കിൽ സെൻഹെദ്രീം സഭ, സംഘം എന്നാണ് അതിനെ പറയുന്നത്. അതിലൊരു അംഗമായിരുന്നു നിക്കോദെമോസ്. ഓർമ്മയുണ്ടോ? യേശുവിൻ്റെ അടുക്കൽ രഹസ്യത്തിൽ രാത്രി വന്നയാൾ. അതിലൊരാളായിരുന്നു കൗൺസിലിൽ, സുപ്രീം കോർട്ടിലെ ഒരു ലോയറായിരുന്നു നിക്കോദെമോസ്. താഴത്തെ കീഴ്ക്കോടതിയിൽ പരിഹരിക്കപ്പെടാത്തൊരു കേസുണ്ടെങ്കിൽ അത് വരുന്നത് എവിടെയാണ്? സുപ്രീം കോർട്ടിലോട്ടാണ് ഏറ്റവും അവസാനം എത്തിച്ചേരുന്നത്. യേശു ഇവിടെ പറഞ്ഞു, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കും, പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കും. ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ലോക്കൽ സിനഗോഗിലെ പള്ളിയിലെ ഒരംഗമാണെങ്കിൽ അവിടെ ഒരു വ്യക്തി യേശുവിൻ്റെ പുറകെ പോകുമ്പോൾ ഒരു പക്ഷേ ആ പള്ളിക്കാർ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടുപോയി ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് വിസ്തരിച്ചിട്ട് പറയും, നീ ആ തച്ചൻ്റെ ഉപദേശത്തിലും ആ തച്ചൻ്റെ പ്രസ്ഥാനത്തിലും പോയോ? പറയുകയാണ്, പോയി. മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ച് എന്തുകൊണ്ട് ഇന്നലെ പൊട്ടിമുളച്ചു വന്നൊരു പ്രസ്ഥാനത്തിൻ്റെ പുറകെ നീ പോയി? മോശയുടെ ന്യായപ്രമാണം നീ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയും. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ന്യായാധിപ സഭ ഒരു വിധി പാസ്സാക്കും. ഇവന് 40 അടി അടിച്ചേക്കുക, എന്നിട്ട് വിടുക. 40 എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു 40 അടിക്കില്ല, 1 കുറയ 40 എന്ന് വെച്ചാൽ 39 അടി അടിക്കും. യേശുവിന് അതാ കിട്ടിയത്. പൗലോസിന് 5 വട്ടം അങ്ങനെ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. 5 പ്രാവശ്യം അങ്ങനെ തടി കൊണ്ടു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഇനി പറയുന്നത് ശ്രദ്ധിച്ചോളണം, മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുത്ത് വിളിച്ചിട്ടില്ല. മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് യേശു ആരെയും, അണികളെ യേശു ഉണ്ടാക്കിയിട്ടില്ല. ജീസസ് മെയ്ഡ് ഇറ്റ് റിയലി ടഫ്. എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ ക്രൂശ് എടുത്തോണ്ട് ദിവസം തോറും എന്നെ അനുഗമിക്കുവിൻ. കർത്താവ് വളരെ ക്ലിയറായി പറഞ്ഞു, മക്കളെ, എൻ്റെ പുറകെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലതൊക്കെ സഹിക്കേണ്ടി വരും. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞതാണ് ലോക്കൽ സിനഗോഗുകൾ അല്ലെങ്കിൽ സാൻഹെദ്രിൻ സംഘം, അവിടെയൊക്കെ കൊണ്ടുപോകുന്നത്. പത്രോസിനെ, അന്നത്തെ ആദിമ അപ്പസ്തോലന്മാരെ, പൗലോസ് തുടങ്ങി പലരെയും കൊണ്ടുപോയി ഈ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വിസ്തരിച്ചിട്ടുണ്ട്. ഇപ്പോൾ യേശു പറഞ്ഞ അതുപോലെ തന്നെ നിറവേറി. അതിൻ്റെ ശിക്ഷ സാധാരണ കൊടുക്കുന്നത് 1 ചാട്ട കൊണ്ടുള്ള അടി, ചമ്മട്ടി കൊണ്ടുള്ള അടി, മറ്റൊന്ന് എക്സ്കമ്മ്യൂണിക്കേഷൻ, സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കും. എന്ന് വെച്ചാൽ അവനെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കും. പറയും, ഇനി ഈ പള്ളിയിൽ ഈ സമുദായത്തിൽ പെട്ടവനല്ല നീ, ഇതിലൊന്നിൽ. അതങ്ങ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിലെ ഒരു അടിയന്തരത്തിലും ഒന്നിലും ഒരു ആനുകൂല്യവും ഒന്നും ആ മനുഷ്യൻ ലഭിക്കുകയില്ല. ഇപ്പോൾ അങ്ങനെ നടക്കാറുണ്ടോ? തീർച്ചയായും. പല സ്ഥലങ്ങളിലും പ്രാർത്ഥനകളിലേക്ക് വരുമ്പോൾ പലരെയും ഇതുപോലെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പരസ്യമായി
വിളിച്ചു പറയുമല്ല, എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ലോക്കൽ സ്ഥലത്ത് പേര് പരസ്യമായി വിളിച്ചു പറഞ്ഞ് എന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. തിരിച്ചു വരാൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രസ്ഥാനം ഇതിൻ്റെ പുറകെ പോകരുത്, നീ ബൈബിൾ വായിക്കരുത്. അതിന് സംഘങ്ങൾ പല പ്രാവശ്യമായി വന്ന് എന്നെ ഉപദേശിച്ചു, എന്നെ വിളിപ്പിച്ചു. അതിനുശേഷം പരസ്യമായി പ്രഖ്യാപിച്ചു, കട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ അവരുടെ അടുത്ത ശിക്ഷ, കൂടിയ ശിക്ഷ, കേട്ടോളണം, കൂടിയ ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുക. അതുവരെ സംഭവിക്കാം. കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ ദൈവദൂഷണം ചെയ്യുകയൊക്കെ ചെയ്ത് പോയ കഠിനപാപികളാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണം. കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതികൾ പലതുണ്ട്. ഒരു പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞു. ആളെ നിർത്തുന്നു, അതിനുശേഷം എല്ലാവരും കല്ലെടുക്കും. ഒരാൾ ആരംഭവെടി എന്ന് പറയുന്ന പോലെ തലമൂത്ത ഒരാൾ ആദ്യത്തെ കല്ല് ഒരു പക്ഷേ കണ്ണിൽ നോക്കി, മുഖത്ത് നോക്കി, നെറ്റിക്ക് നോക്കി ഒരൊറ്റ ഏറെറിയുന്നു. അതോടുകൂടെ മഴയാണ്. കല്ലുകളെടുത്തിങ്ങനെ എറിഞ്ഞ് അവൻ, ആ വ്യക്തി ബ്ലീഡ് ചെയ്ത് കുഴഞ്ഞ് വീണ ശേഷവും എറിഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും എറിഞ്ഞ് ആ വ്യക്തിയുടെ മൃതശരീരത്തെ മൂടി ഒരു കുന്ന് ഉണ്ടാക്കി വയ്ക്കും. ഒരു രീതി. രണ്ടാമത്തെ രീതി, ചരിവുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആളെ നിർത്തുന്നു, മലഞ്ചരിവിൽ. അതിനുശേഷം മുകളിൽ നിന്ന് വലിയൊരു പാറ അയാളുടെ തലയിലേക്ക് ഉരുട്ടി വിടുന്നു. അങ്ങനെ തലയിലിടിച്ച് ബ്രെയിൻ വരെ പുറത്തു വന്ന് ചാകുന്നു. ഇതൊക്കെയായിരുന്നു യഹൂദന്മാരുടെ ശിക്ഷാവിധി. ഇതൊക്കെ സംഭവിക്കാം. യേശുവിടെ 6 കാര്യങ്ങൾ പറഞ്ഞു. 6 activities of persecution. Number 1, you'll be hated. ഞാൻ നിമിത്തം നിങ്ങൾ വെറുക്കപ്പെടും. സകലരും നിങ്ങളെ പകയ്ക്കും അല്ലെങ്കിൽ വെറുക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ യേശുവിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചാൽ എന്ത് പ്രതീക്ഷിക്കണം? മറ്റുള്ളവരിൽ നിന്നുള്ള വെറുപ്പ് സമ്പാദിക്കാൻ തയ്യാറായിക്കൊള്ളണം. നമ്പർ 2, you will be betrayed by your own people. സ്വന്തം കുടുംബാംഗങ്ങൾ ഒറ്റിക്കൊടുക്കും, ചതിക്കും. സ്വന്തം കുടുംബാംഗങ്ങൾ, മക്കൾ അമ്മയപ്പന്മാർക്കെതിരെ, അമ്മയപ്പന്മാർ മക്കൾക്കെതിരെ. നമ്പർ 3, you will be arrested. നിങ്ങളെ അറസ്റ്റ് ചെയ്യപ്പെടും. നമ്പർ 4, you will be brought before rulers. ഭരണാധിപന്മാരുടെ മുമ്പിൽ നിങ്ങളെ ഹാജരാക്കും. നമ്പർ 5, you will be flogged. ചമ്മട്ടി കൊണ്ട് അടിക്കും. നമ്പർ 6, you will be put to death. നിങ്ങളെ അവർ കൊല്ലും. 6 കാര്യങ്ങളോടെ പറഞ്ഞു. കൊല്ലും എന്നുള്ളത് അങ്ങേയറ്റത്തെ കാര്യമാണ്. ഇവിടെ നോക്ക്, യേശു ശിഷ്യന്മാരെ 2 പേരായി അയക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് എന്താ പറയുന്നത്? ഓക്കെ, നിങ്ങൾ പൊക്കോ മക്കളെ, പക്ഷേ പോകുന്ന വഴിക്ക് എന്തെല്ലാം ഉണ്ടാവും? നിങ്ങൾ അറസ്റ്റ് ചെയ്യും, നിങ്ങളെ ചിലപ്പോൾ ചമ്മട്ടി കൊണ്ട് അടിക്കും, ചിലപ്പോൾ കൊന്നും കളയും. ഇത് പറഞ്ഞാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിടുന്നത്. ഇത്രയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എല്ലാം വ്യക്തതയോടെ യേശു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ദ ഗോസ്പൽ ബ്രിങ്സ് ഡിവിഷൻ ആൻഡ് സ്ട്രൈഫ് ഇൻ ഫാമിലീസ് ആൻഡ് നേഷൻസ്. സുവിശേഷം പലപ്പോഴും ഭിന്നതകൾ കൊണ്ടുവരാറുണ്ട്. ഒരു വീട്ടിൽ അത് വരും, ഒരു രാജ്യത്തിൽ അത് വരാം. കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു വീട്ടിൽ തന്നെ 3 പേർ ഇരുവർക്കെതിരായും 2 മൂവർക്കെതിരായും ഛിദ്രിച്ചിരിക്കും. എന്ന് വെച്ചാൽ അമ്മയപ്പന്മാർ മക്കൾക്കെതിരെയും മക്കൾ അമ്മയപ്പന്മാർക്കെതിരെയും ഛിദ്രിച്ചു വരാം. ഇങ്ങനെ ഒരു കർത്താവ് പറഞ്ഞു, സമാധാനമല്ല വാളത്രേ ഇടുവാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ നേരെ അസമാധാനം കൊണ്ടുവന്നെന്നല്ല. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശുവിലൂടെയാണ് സമാധാനം വന്നത്. യേശു ജനിച്ചപ്പോഴാണ് സ്വർഗത്തിലെ സമാധാനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ വാള് വരുന്നു എന്ന് പറയുന്നത്? അതൊക്കെ ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ബിക്കോസ് പീപ്പിൾ ലവ് ഡാർക്ക്നെസ് റാദർ ദാൻ ലൈറ്റ്. വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാവർക്കുമുള്ള സമാധാനത്തിലുള്ള സുവിശേഷമാണ് യേശുവിൻ്റെ സുവിശേഷം. എന്നാൽ ഈ സുവിശേഷം സ്വീകരിക്കാത്തവർ ഇരുളിലാണ്.
വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ഇരുളിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് ന്യായവിധി വരുന്നത് എന്ന് വചനത്തിലുണ്ട്. ഇത്ര ഓർക്കുക, യേശുവിൻ്റെ സുവിശേഷം, സമാധാനത്തിൻ്റെ സുവിശേഷം പ്രഖ്യാപിക്കപ്പെടുന്നു. കുറേ പേർ അത് സ്വീകരിക്കുന്നു, കുറേ പേർക്ക് സ്വീകരിക്കാൻ മനസ്സില്ല. അവർ ഇരുളിൽ തന്നെ പോകുന്നു. സ്വീകരിക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരുന്നു. വെളിച്ചവും ഇരുളും തമ്മിൽ എന്നും യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഭിന്നതകൾ ഉണ്ടാകുന്നത്. അതിനെ യേശു ആ ഭാഷയിൽ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടി. എന്തിനെക്കുറിച്ച്? ഉപദ്രവങ്ങളെക്കുറിച്ച്. സുവിശേഷ നിമിത്തം, യേശു കർത്താവ് നിമിത്തമുള്ള ഉപദ്രവങ്ങളെക്കുറിച്ച്. അതിനുശേഷം 22 വചനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ബട്ട് ദ വൺ ഹൂ സ്റ്റാൻഡ്സ് ഫേം ടു ദി എൻഡ് വിൽ ബി സേവ്ഡ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എല്ലാവർക്കും ചേർന്ന് വായിക്കാമോ? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ആദ്യകാലങ്ങളിൽ ഞാൻ വചനം പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ എൻ്റെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിയ ഒരു ഭാഗമാണ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. The one who stands firm to the end will be saved. അതിൽ നിന്നെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പീഡനങ്ങൾ വരുമ്പോൾ, വെറുക്കുമ്പോൾ, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പി ഇതുവരെ കിട്ടിയിരുന്ന സമുദായത്തിലെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. പലർക്കും സാമുദായിക ആനുകൂല്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട്. സാമുദായികമായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരു ത്രാസിൻ്റെ 2 തട്ടിലോട്ട്, ഒരു തട്ടിൽ യേശു, മറ്റേ തട്ടിൽ ആനുകൂല്യങ്ങൾ എടുത്തു വെച്ചാൽ എങ്ങനെയുണ്ടാവും? ഏതിനായിരിക്കും തൂക്കം? യേശു അങ്ങ് പൊങ്ങിപ്പോകുമോ? ആനുകൂല്യങ്ങളെല്ലാം കൂടി താഴെ വരും? എങ്ങനെയായിരിക്കും ഇതിനെ തൂക്കുന്നത്? കർത്താവ് പറഞ്ഞു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതിൻ്റെ ഒരു മറുവശം കൂടെ പറയാൻ പോവുക. അടുത്ത ആഴ്ചകളിൽ, ഞായറാഴ്ചകളിൽ അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മൾ പോകും. മറുവശം, യേശു നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നു, യേശു നിമിത്തം ഒത്തിരി സഹിക്കേണ്ടി വരുന്നു, അതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നു, സമുദായ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നു, ഇതുവരെ കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്നു എന്നിരിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഒരല്പം ദുരിതം ഉണ്ടാവും. എന്നാൽ മറുവശം ഇതാണ്: എത്രത്തോളം ഇവിടെ ഉപദ്രവിക്കപ്പെടുന്നു അത്രത്തോളം സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഉശിരോടെ ഹല്ലേലൂയ പറയാം. ഇതറിയാവുന്നവർക്ക് പരാതിയില്ല. ഇതറിയാവുന്നവരാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. എല്ലാത്തിലും, ഏത് കാര്യത്തിലും there is something called cross and crown principle. കേട്ടിട്ടുണ്ടോ? ക്രോസ് ആൻഡ് ക്രൗൺ പ്രിൻസിപ്പിൾ ഒന്ന് കുറിച്ച് വയ്ക്കുക. കുരിശും കിരീടവും എന്ന സിദ്ധാന്തം, ക്രോസ് ആൻഡ് ക്രൗൺ പ്രിൻസിപ്പിൾ. അതെന്താണത്? ആദ്യം കുരിശ്, അതിനുശേഷം കിരീടം. യേശുവിൻ്റെ കാര്യത്തിലാണത് നമ്മൾ വ്യക്തതയോടെ കാണുന്നത്. യേശു ഭൂമിയിൽ വന്ന് ക്രൂശ് സഹിച്ചു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി. എബ്രായ ലേഖനം 12 ആദ്യ വചനങ്ങളിലുണ്ട്. ഇത് സഹിച്ച ശേഷം ദൈവം പിതാവ് എന്താ ചെയ്തത്? അവനെ ഏറ്റവും ഉയർത്തി കിരീടധാരിയാക്കി മാറ്റി. ഈ ഭൂമിയിൽ ഇന്ന് നമ്മുടെ തോളിലിരിക്കുന്ന കുരിശ്, യേശു കർത്താവിന് വേണ്ടിയുള്ള സഹനങ്ങൾ, അവിടെ എത്തിക്കഴിയുമ്പോൾ കർത്താവ് ആ കുരിശങ്ങ് മേടിച്ച് അവിടെ വെച്ചിട്ട് തലയിൽ എന്ത് വയ്ക്കും? ഒരു കിരീടം വെച്ച് തരും. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതുപോലുള്ള നിത്യകാല പ്രതിഫലങ്ങളാണ് കർത്താവ് നമുക്ക് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, കേട്ടൻ്റെ അപ്പുറത്ത്, തിരശ്ശീലയ്ക്കപ്പുറത്ത് എന്താണ് എന്നറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി സഹിക്കാൻ കഴിയും. അതും കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഇന്നത്, വരുവാനുള്ള ലോകത്തിൽ ഇന്നത്, ഇതും കർത്താവ് വെളിവായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത്, ചില ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, കൂടിപ്പോയാൽ നിങ്ങൾ മരിക്കും, അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വരാനില്ല. അതിനുശേഷം അഥവാ എനിക്ക് വേണ്ടി നിൻ്റെ ജീവൻ തന്നാൽ നിനക്ക് വേണ്ടിയുള്ള
കിരീടങ്ങൾ ഇന്നതാണ്. ഇത് കർത്താവ് തന്നിട്ടുണ്ട്. 23-ാം വചനത്തിലേക്ക് പോകാം. When you are persecuted in one place, flee to another. നിങ്ങൾ ഒരു സ്ഥലത്ത് ഉപദ്രവിക്കപ്പെട്ടാൽ, വായിക്കാമോ? നിങ്ങൾ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മതി, അതൊന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. ഒരു പട്ടണത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. അതിൻ്റെ അർത്ഥം ഭയന്ന്, പേടിച്ച്, ഭീരുവായി, പരാജയം സമ്മതിച്ച് ഓടുക എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ നാഴിക വന്നിട്ടില്ലാത്തതുകൊണ്ട്, സമയം വന്നിട്ടില്ലാത്തത് കൊണ്ട് അവിടെ നിങ്ങൾ അനാവശ്യമായി നിന്ന് അടികൊള്ളണ്ട. ഇന്നലെയും നമ്മൾ ആ കാര്യങ്ങൾ ചിലത് പറഞ്ഞതാണ്. സോ ദിസ് ഇസ് നോട്ട് എ കവേർഡ്ലി ഫ്ലൈറ്റ് ബട്ട് എ വൈസ് ആക്ട് ടു ഫർദർ ദ ഗോസ്പൽ. സുവിശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടെ എത്തിക്കുവാൻ വേണ്ടി ഉള്ള ഒരു മാർഗമായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. ഭീരുവായി ഓടിപ്പോകാനല്ല. ഒരു ഭാഗത്ത് ഒരു തരത്തിലും സുവിശേഷം അംഗീകരിക്കുന്നില്ല, നിങ്ങളെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്ഥലം വിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുവിൻ. അവിടെ ഏതായാലും കൈക്കൊള്ളുന്നില്ല. ഇല്ല, കർത്താവ് എന്നെ ഇവിടെയാണ് വിളിച്ചത്, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഓടുവിൻ. ഉദാഹരണം പറയാം. ജെറുസലേമിൽ വലിയ പീഡനമുണ്ടായി. അപ്പോസ്തലപ്രവൃത്തികൾ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ജെറുസലേമിൽ വലിയ പീഡനമുണ്ടായപ്പോൾ വിശ്വാസികൾ എല്ലായിടങ്ങളിലേക്കും ചിതറിപ്പോയി. അത് ഗുണത്തിനായിരുന്നോ ദോഷത്തിനായിരുന്നോ? ദൈവം അത് ഗുണത്തിനാക്കി. കാരണം എന്താ? എവിടെയെല്ലാം അവർ പോയോ അവിടെയെല്ലാം സഭകൾ സ്ഥാപിക്കപ്പെട്ടു. അവിടെയെല്ലാം അനേകർ യേശുവിനെ അറിഞ്ഞു. അന്ത്യോക്യയിലെത്തിയപ്പോൾ അതുവരെ ശിഷ്യന്മാർ, ഈ മാർഗക്കാർ എന്ന് അറിഞ്ഞിരുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയാണ് ക്രിസ്ത്യൻസ് ഉണ്ടായത്. മതമല്ലത്, ഇതൊരു മാർഗമാണ്. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ വ്യക്തതയോടെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ദൈവമക്കൾക്കെതിരെ, സുവിശേഷം പറയുന്നവർക്കെതിരെ, ശുശ്രൂഷകർക്കെതിരെ ഭയങ്കരമായ പ്ലോട്ടുകൾ നടക്കും, ഗൂഢാലോചനകൾ നടക്കും. ഗൂഢാലോചനകൾ നടക്കുമ്പോൾ പലപ്പോഴും കർത്താവ് അത് വെളിപ്പെടുത്തും. എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത്, നോർത്ത് ഇന്ത്യയിൽ, അവിടെ നടക്കുന്നൊരു അത്ഭുത പ്രതിഭാസമാണ്. അവിടെ ആയിരങ്ങൾ ആരാധിക്കുവാൻ വേണ്ടി ഞായറാഴ്ചകൾ വന്നുകൂടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ കൂടുന്ന സമയത്ത് തലേ ദിവസം തന്നെ കർത്താവ് അവിടെയുള്ള പ്രാർത്ഥനക്കാർക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് അങ്ങ് വെളിപ്പെടുത്തും. ഒരു ദിവസം അവിടെ ഉണ്ടായ സംഭവം ഇതാണ്. തലേദിവസം മധ്യസ്ഥ പ്രാർത്ഥനക്കാർ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കണ്ടു, അതിനിടയിൽ കത്തിയുമായി ഒരാൾ വരുന്നു. കണ്ടു, ദർശനത്തിൽ കണ്ടു. ആ വ്യക്തി ധരിച്ചിരിക്കുന്ന ഷർട്ട് ഇന്ന കളർ, ചെക്സ് ഉള്ള, കള്ളികളുള്ള ഒരു ഷർട്ടാണ്. ഇത് വ്യക്തമായി എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ നേരത്തെ തന്നെ ഇത് ഇങ്ങനെ നിരന്തരമായ ഉപദ്രവങ്ങളുള്ളത് കൊണ്ട് മെറ്റൽ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആരാധനയ്ക്ക് വരുന്ന എല്ലാവരും മെറ്റൽ ഡിറ്റക്ടറിൻ്റെ അകത്തോട്ട് പോയി മാത്രമേ ആരാധിക്കാൻ പറ്റൂ. കാരണം പല പ്രാവശ്യം നിരന്തരമായ ഉപദ്രവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ ഉടൻ തന്നെ ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, ദേവദാസൻ, ഞാനിങ്ങനെ ഒരു ദർശനം കണ്ടു, നാളെ ഒരാൾ ഇന്ന നിറത്തിലുള്ള കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കത്തിയുമായി വരും. കൃത്യം അതുപോലെ തന്നെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്, ഈ ഷർട്ടുള്ള ആരാണ് വരുന്നത്. കാരണം ദൈവം അത് വെളിപ്പെടുത്തി. നോക്കിയിരിക്കുമ്പോൾ കൃത്യമായി അതുപോലെ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരാൾ വരുന്നു. മെറ്റൽ ഡിറ്റക്ടറിൽ സൗണ്ട് വരുന്നു. പിടിച്ചു. അയാളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്ന് ആരാധിച്ചാൽ മതി. എവിടെ ഇരുന്ന് ആരാധിച്ചാൽ മതി? പുറത്ത്, അപ്സ്റ്റെയറിലാണ്, മുകളിലോട്ട് കയറ്റി വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നോ, എനിക്ക് അകത്ത് പോയേ പറ്റൂ. ഭയങ്കരമായ മൽപ്പെടുത്തും. അപ്പോൾ ഇവർ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൻ്റെ അകത്ത് നിന്ന് കത്തിങ്ങ് പുറത്തേക്ക് എടുത്തു. അതോടെ കൈയോടെ പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ സെക്യൂരിറ്റി. ഇത് അനേക വർഷങ്ങളായി അവിടെ നടക്കുന്നൊരു പ്രതിഭാസമാണ്. ഇതുകൂടാതെ ചിലർ ചുറ്റികയുമായിട്ട് വരുന്നു, ചിലപ്പോൾ വിഷജന്തുക്കളുമായിട്ട് വരും. പക്ഷെ ഇതെല്ലാം നേരത്തെ തന്നെ കർത്താവ് വെളിപ്പെടുത്താറുണ്ട്. ആ കൂട്ടായ്മയിലുള്ളവർ അതുപോലെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് തലേ ദിവസമേ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും?
കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. അടുത്ത ഭാഗം വായിക്കാം. ട്രൂലി ഐ ടെൽ യു, യു വിൽ നോട്ട് ഫിനിഷ് ഗോയിങ് ത്രൂ ദ ടൗൺസ് ഓഫ് ഇസ്രായേൽ ബിഫോർ ദ സൺ ഓഫ് മാൻ കംസ്. വായിക്കാം. എന്നാൽ ഒരു പട്ടണത്തെ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും അടുത്തത്, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അന്ന് ഇസ്രായേൽ അത്ര വലിയ ഭൂപ്രദേശമൊന്നുമല്ല, ഇന്നുമല്ല. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞ, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്താ അർത്ഥം? You will not finish evangelization of all the towns and villages of Israel until the Son of Man comes. ഇവർ 6 ടീം വിട്ടു. അതിനുശേഷം ഒരു 31 ടീമിനെ വിട്ടു. 72 പേരുടെ സംഘത്തെ 2 പേരാക്കി വിട്ടു. ഇത്രയൊക്കെ അയച്ചിട്ടും യേശു കർത്താവ് പറയുന്നത്, ഞാൻ തിരികെ വരുന്നതുവരെ ഈ പട്ടണങ്ങൾ മുഴുവൻ നിങ്ങൾ സുവിശേഷീകരിച്ച് തീർക്കയില്ല. കാരണം ഇത് അക്ഷരീയമായി സത്യമായിട്ട് ഭവിച്ചു. ഇന്നും അങ്ങനെ തന്നെ. കാരണം അവർ ആ സമയത്ത്, യേശു അയച്ച സമയത്ത് പട്ടണങ്ങൾ തോറും നടന്നു. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ വിജയശ്രീലാളിതരായവർ മടങ്ങി വരുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവെ, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേർ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പേ. 20-ാമത്തെ വചനമാണ്, ലൂക്കോസ് 10:20. ഓക്കെ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പെല്ലാം കഴിഞ്ഞു വന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തിട്ടില്ല? എല്ലാ ടൗണുകളിലും അവരപ്പോഴെത്തിയിട്ടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അവരവിടെ എത്തിയിട്ടില്ല. പല ഘട്ടങ്ങളായി പല ബാച്ചുകൾ പോയിട്ടും ടൗണുകളെല്ലാം തീർക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു കാണും? അവിടുത്തെ ലോക്കൽ കൗൺസിൽ എഴുന്നേറ്റ് ഇവരെ വാട്ടിപ്പായിച്ച് കാണും. അവിടെ സുവിശേഷീകരണത്തിൻ്റെ വാതിൽ അടഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് അവർ പോയി. പല സ്ഥലങ്ങളിലും അവരെ ഓടിച്ചു വിട്ട് കാണും. കൂടാതെ ഇന്നലെ നാം കേട്ടതുപോലെ അവർ കാലിലെ പൊടി തട്ടി അവിടെ നിന്ന് അടുത്തതിലേക്ക് പോയി. അങ്ങനെ ഫുൾ എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം പറയുവാൻ അവർക്ക് സാധിച്ചില്ല. ഓക്കെ. യേശു കർത്താവ് വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പോയി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. അതോടുകൂടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ഉണർവ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ എന്ത് സംഭവിച്ചു? ഏകദേശം എല്ലായിടങ്ങളിലും സുവിശേഷം ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്ന സമയത്താണ് ഒരു പീഡനമുണ്ടായത്. പീഡനത്തോടുകൂടെ അവർ ചിതറിപ്പോയി. ഭയങ്കരമായൊരു ചിതറിക്കൽ ഉണ്ടായി. AD 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ആ ഭയങ്കരമായ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇന്നിപ്പോൾ ഇസ്രായേലിൽ പോക്കോ, ഞാൻ പല പ്രാവശ്യം പോയതാണ്. അവിടെ ചെന്നാൽ ഇന്നും അവിടെയുള്ള പട്ടണങ്ങളിൽ എല്ലായിടത്തും സുവിശേഷം എത്തിയിട്ടില്ല. എൻ്റെ കാരണം പറയാം. കാരണം എത്രയേ ഉള്ളൂ, അവർക്ക് വേണ്ട. യേശുവിനെ സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ല. ഞങ്ങൾക്ക് മോശം മതി, ഞങ്ങൾക്ക് യേശു വേണ്ട. അവരിപ്പോഴും ഒരു മശിഹായ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം അവർക്കൊരു മശിഹായ കിട്ടും. അതൊരു പക്ഷേ എതിർ ക്രിസ്തു ആയിരിക്കും. കാരണം എന്താണ്? യേശു യഥാർത്ഥത്തിൽ വന്ന മശിഹയെ, അഭിഷിക്തനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇനി ഒരു ഫേക്കായിട്ടുള്ളൊരു മശിഹയായിരിക്കും അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. മനസ്സിലായവർ ഹല്ലേലൂയ പറയാമോ? 24-25 വചനങ്ങൾ. The student is not above the teacher, nor a servant above his master. It's enough for students to be like their teachers and servants like their masters. If the head of the house has been called Beelzebul, how much more the members of his household? ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. അല്ല, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനു മതി, യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. വലിയൊരു സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. ശിഷ്യൻ ഗുരുവിൻ മീതെ അല്ല. പറയൂ.
എല്ലാവർക്കും അറിയാം. A disciple or a student is not above the teacher or master. ആർക്കെങ്കിലും നമ്മൾ ശിഷ്യപ്പെടുകയാണെങ്കിൽ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ആ ഗുരുവിൻ്റെ മുകളിലല്ല ശിഷ്യൻ. ശിഷ്യൻ എപ്പോഴും താഴെയാണ്. നമ്മളെല്ലാവരും യേശുവിൻ്റെ ശിഷ്യരാണ്, യേശുവിൻ്റെ താഴെയാണ്. സകല കാര്യങ്ങളിലും നമ്മൾ യേശുവിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട്, 25-ാമത്തെ വചനത്തിൽ, ഇറ്റ്സ് ഇനഫ് ഫോർ സ്റ്റുഡൻസ് ടു ബി ലൈക്ക് ദെയർ ടീച്ചേഴ്സ്. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി എന്ന് വെച്ചാൽ അതിനുശേഷം പറഞ്ഞ കാര്യം എന്താണ്? താഴെയാണ് പറയുന്നത്, അവർ വീട്ടുടയവനെ ബെയൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ വീട്ടുകാരെ എത്രയധികം. ഒരു വീട്ടിലെ ഹെഡ് ഓഫ് ദ ഫാമിലി, വീടിൻ്റെ ഉടയവൻ, ആ വ്യക്തിയെ ബെയൽസെബൂൽ, ഹെഡ് ഓഫ് ദ ഹൗസിനെ ബെയൽസെബൂൽ. ബെയൽസെബൂൽ എന്താണ്? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹെഡ് ഓഫ് ദ ഡീമൺസ് അല്ലേ, ഈച്ചകളുടെ തമ്പുരാൻ, ബെയൽസെബൂൽ. എൻ്റെ ലിറ്ററൽ മീനിങ്, കുറേയധികം പ്രാണികളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെഡായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഈച്ചകളുടെ തമ്പുരാൻ എന്നാണ് അതിന് സാധാരണ ടേമായിട്ട് പറയുന്നത്. അപ്പോൾ യേശുവിനെ അവർ എന്ത് വിളിച്ചു? നീ ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ശിഷ്യരായ നിങ്ങൾക്ക്, ട്രെയിനികളും ഡിസൈപ്പിൾസും ഒക്കെ ആയ നിങ്ങളെ എത്ര അധികം അവർ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാതിരിക്കുകയില്ല. അവർ വിളിക്കും. അതിനപ്പുറത്തേക്കൊരു പ്രതീക്ഷ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ട. വേറൊരു ഭാഗത്ത് യേശു പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെയായാൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? എന്നോട് അവർ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ നിങ്ങളെ എത്രയധികം അവർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. വ്യക്തതയോടെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പ്രതീക്ഷിച്ചിരിക്കണം. ഹല്ലേലൂയ. ഈ ഉപദ്രവങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അടുത്ത ദ ഒമേഗ സീരീസ് നമ്മൾ ഈ ഞായറാഴ്ച തുടങ്ങിയാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു പേഴ്സ്പെക്റ്റീവ് നമ്മുടെ അകത്ത് വരുമ്പോഴാണ് ഇങ്ങേ തലക്കലുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഒത്തിരി വിശ്വാസികളും തൊട്ടാവാടികളായി പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇതിന് ശേഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർ ഷോർട്ട് സൈറ്റഡായി ഇവിടെയുള്ളത് മാത്രം കാണുന്നത് കൊണ്ട് ഒരാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നു, 4 ആഴ്ച പ്രാർത്ഥനയ്ക്ക് വന്ന് വിചാരിച്ചു ഒന്നും നടന്നില്ല. പ്രാർത്ഥനാ ഡയറിയിൽ എഴുതിയ ലിസ്റ്റിൽ ഒരെണ്ണത്തിനെ മറുപടി കിട്ടുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും മറുപടിയില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. എന്നാൽ നിത്യതയെ അറിയാവുന്ന ഒരാൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്, എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയാവുന്ന ഒരാൾ ഒരിക്കലും പിന്മാറ്റത്തെ പോവില്ല. ആ ഒരു ദർശനം ഉളവാകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ആ സന്ദേശങ്ങൾ നമുക്ക് നൽകാൻ പോകുന്നത്. അതോടുകൂടെ നമ്മുടെ ഇടയിലുള്ള ഒത്തിരി ബലഹീന വിശ്വാസികൾ പോലും ധൈര്യപ്പെട്ട് കർത്താവിന് വേണ്ടി ശക്തിയോടെ എന്ത് പ്രയാസങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി നമുക്ക് ചേർന്ന് വായിക്കാം. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെ ആകുന്നത് ദാസന് മതി. അവർ വീട്ടുടയവനെ ബെയൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. യേശുവിനെ അസഭ്യം പറഞ്ഞെങ്കിൽ നമ്മളെയും പറയും. അതുകൊണ്ട് സുവിശേഷ വേലയിലായിരിക്കുന്ന പലരും ഇവിടെ ഉണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില സമയത്ത് എന്ത് സംഭവിച്ചേക്കാം? അതിഭയങ്കരമായ രീതിയിൽ ശകാരം, പരിഹാസം, ചിലപ്പോൾ ഉപദ്രവങ്ങൾ, പല രീതിയിലുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് കാണാം. പല വീടുകളിലുണ്ടാകുന്നൊരു സംഭവം ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. മക്കൾ 5 പേർ, അതിലൊരാൾ ഇതുപോലെ യേശുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ പുറകെ പോകുമ്പോൾ സ്വത്ത് വിഭജിക്കുമ്പോൾ ആ മകനൊന്നുമില്ല, ബാക്കിയുള്ളവർക്ക് അതും കൂടെ വിഭജിച്ചു കൊടുക്കുന്നു. ഒത്തിരി പേർ വളരെ വേദനിച്ച് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ അവരോട് പറയും, നീ രക്ഷപ്പെട്ടു. കാരണം എന്താ? വേറൊന്നും കൊണ്ടല്ല, സ്വർഗത്തിലെ അപ്പൻ്റെ വലിയൊരു ഓഹരി അവർക്കാർക്കും സ്വപ്നം കാണാൻ കഴിയാത്തത്
16-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ്? കോരിത്തെരിപ്പിക്കുന്നൊരു വചനം. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ എനിക്ക് വലിയൊരവകാശം ലഭിച്ചിരിക്കുന്നു. ഇത് പോരായിരിക്കും. ഞാൻ പറയണം, അപ്പൻ തന്നാൽ കൂടി വന്ന് 15 സെൻറ്റ്, 1 ഏക്കർ, 5 ഏക്കർ ഇതൊക്കെയാണ് തരുന്നത്. സ്വർഗത്തിലെ അപ്പൻ്റെ ഭൂസ്വത്ത് എത്രയാണ്? ഭൂസ്വത്ത് എത്രയാണ്? 24-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? സർവ്വഭൂമിയും കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. എത്ര വേണേലും പതിച്ചു തരാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ പറയും? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. തിരുവനന്തപുരത്ത് ഉണ്ടായ സംഭവമാണ്. 2 മക്കൾ, ഒരാൾ വിശ്വാസത്തിൽ വന്നു. അപ്പൻ ചെയ്ത പരിപാടി, ആ മോന്, വിശ്വാസത്തിൽ വന്ന മോന് ഒരു പാടവും കണ്ടവും കൊടുത്താൽ പോലും വില കിട്ടാത്തൊരു ഭാഗം എഴുതി വെച്ചു. മനഃപൂർവ്വം ചെയ്തത്. വിശ്വാസത്തിൽ വരാതെ അപ്പനോടൊപ്പം നിന്ന മനുഷ്യന് നല്ലൊരു റോഡ് സൈഡിലുള്ള ഏറ്റവും നല്ല ഭൂമിയും എഴുതി കൊടുത്തു. അത് ഈ മനുഷ്യന് ഭയങ്കര വിഷമമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ പാടം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്തൂടി വലിയൊരു വഴി വന്നു, റോഡ് ആ ഭാഗത്തൂടി വന്നു. മറ്റേ വഴി മാറിയും പോയി. സംഭവിച്ചത്, ഈ മനുഷ്യന് കോടികളുടെ വിലയായി മാറി. പാടം കിട്ടിയവന് ഉണ്ടായ സംഭവം, തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ്. മറ്റവൻ്റെ വിലയും പോയി. എങ്ങനെയുണ്ട്? ഇതാ കർത്താവ്. ദൈവത്തെ ആർക്കും പരിഹസിക്കാനോ ചതിക്കാനോ സാധ്യം, ദൈവമക്കളെയും ചതിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറയാം. ഇത് കേൾക്കുന്ന ആരെങ്കിലും യേശു നിമിത്തം, സുവിശേഷ നിമിത്തം എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ വലിയ അനുഗ്രഹങ്ങളും പ്രതിഫലവും വരുന്നുണ്ട്. അഥവാ അതിന് സമയം കിട്ടിയില്ലെങ്കിൽ നിത്യതയിൽ വലിയ നിക്ഷേപങ്ങളും വരുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഒരു ഭാഗത്ത് ഉപദ്രവം, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലുള്ള വിസ്താരം, ചമ്മട്ടി കൊണ്ടുള്ള അടി, മരണം വരെ സംഭവിക്കാമെങ്കിൽ മറുഭാഗത്ത് നിത്യ തേജസ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നല്ലോ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. കർത്താവെ, ആ ഒരു കാഴ്ചപ്പാട് എല്ലാവരിലും പകരണമേ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവവചനം പഠിക്കുന്ന എല്ലാവർക്കും കർത്താവെ, നീ അത് കൽപ്പിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തിന് ശേഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കുമ്പിടാം, പ്രാർത്ഥിക്കാം. നിങ്ങളിത് കുടുംബമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടുമൊക്കെ വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, 20-23 മുതലുള്ള വേദഭാഗങ്ങൾ നോക്കുമ്പോൾ, യേശു കർത്താവും ശിഷ്യന്മാരും മറുകരയിലേക്ക് പടകിൽ കയറി അക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കാറ്റും കൂളും അടിച്ചു, വലിയ തിരമാലകൾ വന്നു. യേശു അവിടെ ഉറങ്ങുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വള്ളം മുങ്ങുമോറ് തിരകൾ അവിടെ അടിച്ചു. അപ്പോൾ യേശു കർത്താവ് അവിടെ എഴുന്നേറ്റ് യേശുവിനെ അവർ ഉയർത്തി, യേശുവിനെ ഉണർത്തി. അവർ യേശു ഉറങ്ങുന്നത് കണ്ടപ്പോൾ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലേ, ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് ഉടനെ ചോദിച്ചത്, അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് പറഞ്ഞ, അല്പവിശ്വാസികൾ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ അവർ മനുഷ്യർ വളരെയധികം അതിശയിക്കുകയുണ്ടായി. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുമല്ലോ. യേശു അവരെ വിളിച്ച് അല്പവിശ്വാസികളെ എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ചത്. യേശു എഴുന്നേറ്റ് ശാസിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള യേശു ചിന്തിക്കുന്നൊരു കാര്യമാണ്, യേശു അവരിൽ നിന്ന് ഉദ്ദേശിച്ചത് അവർ എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയൊക്കെ ശാസിക്കുകയായിരുന്നെങ്കിൽ
അത് മാറിയാണ്. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ, ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ സമയത്ത് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ നമ്മുടെ ചുറ്റുപാടും നടക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ സഭയെ, വിശ്വാസികളെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ വില്ലേജിനെ, നമ്മുടെ വാർഡിനെ, നമ്മുടെ പഞ്ചായത്തിനെ, നമ്മുടെ ജില്ലയെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ഇന്ത്യയെ കർത്താവ് തൊടാൻ പോവുകയാണ്. ചുറ്റുപാടും കാറ്റും കോളും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ചിലതിനോടൊക്കെ അടങ്ങാൻ പറയുമ്പോൾ, ചിലതിനോടൊക്കെ കൽപ്പിക്കുമ്പോൾ, അത് വിശ്വാസത്താൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ അടങ്ങാൻ പോവുകയാണ്, അമർച്ചയിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ അഭിമുഖീകരിക്കുന്ന ഒരു രോഗമാകാം, കടഭാരമാകാം, ഞെരുക്കമാകാം, വിശ്വാസത്തോടെ എഴുന്നേറ്റുകൊണ്ട് ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാറ്റും കോളും തിരയുമായി വന്നുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ പ്രശ്നമാണെങ്കിലും ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനോട് യേശുവിൻ്റെ നാമത്തിൽ അടങ്ങാൻ പറയുക, വഴിമാറാൻ പറയുക, വഴി തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും, കാറ്റാണെങ്കിലും കോളാണെങ്കിലും ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ ഹല്ലേലൂയ, കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതിനെ സമർപ്പിക്കുന്നു. കടലിനെയും കാറ്റിനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ യേശു കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്തൊരു നീക്കുപോക്ക് സ്വർഗത്തിലെ ദൈവം അയക്കണമേ കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ വചനം പറയുന്ന യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നാണല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ യേശു കർത്താവ് രാജാവായി എഴുന്നേൽക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, വഴി കാണുന്നില്ല, പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണമെന്നറിയില്ല, പക്ഷേ യേശു കർത്താവേ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഈ പ്രശ്നത്തെ ശാസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിശ്വാസം നിറഞ്ഞവരായി ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മുൻപിലുള്ള ആ പ്രശ്നത്തെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് വിശ്വാസത്താൽ കൽപ്പിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം മാറിപ്പോകട്ടെ, ഈ കടഭാരം നീങ്ങിപ്പോകട്ടെ, ഈ കാറ്റ് നീങ്ങിപ്പോകട്ടെ, ഈ കുടുംബത്തിലെ വലിയ കലഹം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒത്തിരി നാളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് മാറാത്ത ചില കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ആ കലഹത്തിന്റെ പ്രശ്നം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അത് തുറക്കപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ്, വിശ്വാസത്താൽ കാണുകയാണ്. താങ്ക് യു ലോർഡ്. ആ വഴികളെ കർത്താവ് തുറന്നതിനായി, ആ കാറ്റിനെ അങ്ങ് അടക്കിയതിനായി, അതിനെ ശാന്തമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ച കൊറോണ വൈറസിൻ്റെ ഭീതിയെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ, അങ്ങ് ശാന്തമാക്കണമേ. ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ നോക്കി അങ്ങ് കൽപ്പിക്കണമേ കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ.
അങ്ങ് അത്ഭുതത്തെ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വളരെ വേഗത്തിൽ ഈ കൊറോണയുടെ വ്യാപനം നിലയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ നടക്കാൻ പോവുകയാണ്. രോഗികളെല്ലാവരും സൗഖ്യമാകപ്പെടട്ടെ. പുതിയ രീതിയിലുള്ള മരുന്നുകൾ വന്നു ചേരട്ടെ. വാക്സിനുകൾ എല്ലാവരിലേക്ക് എത്തിച്ചേരട്ടെ. അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൊറോണയുടെ മേഖലയിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ജനത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലൈവ് ചാറ്റിലൂടെ ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിനകത്ത് ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും കർത്താവ് അയക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നമുക്ക് മോർണിംഗ് ഗ്ലോറി നമുക്കുണ്ട്. ബദഡാമിൻ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ക്ലാസ്സുകൾ രാവിലെയുണ്ട്. വൈകിട്ട് നമുക്ക് മത്തായി സുവിശേഷത്തിൻ്റെ പഠനം ഹോം ഫെലോഷിപ്പിനോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റ് പല മീറ്റിങ്ങുകളും നമുക്ക് വൈകിട്ട് ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ വചന പഠനത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. ഈ സമയങ്ങൾ കർത്താവിനെ കൂടുതൽ എടുക്കുവാൻ, വചനത്തിൽ പഠിക്കുവാൻ, ദൈവശക്തിയാൽ നിറങ്ങുവാൻ, ദൈവിക അത്ഭുതങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. യേശുവിൻ നാമം പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശു